വാട്സ്ആപ്പ് ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. ഈ പുതിയ ലോഗോ ഉണ്ടാക്കി തന്ന ബിമൽ ബാസ ഫാൻ, താങ്ക് യു സോ മച്ച്. ചോദിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി തന്ന ലോഗോ സ്വീകരിച്ചിരിക്കുന്നു. മറ്റേ ലോഗോ ഒക്കെ കാണാം, പരിതാപകരമായ അവസ്ഥയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ലോഗോ. അപ്പോൾ നമ്മുടെ പുതിയ ഫുട്ബോളേഴ്സ് ലൈഫിന്റെ ലോഗോ ദേ കിടക്കുന്നു. എനിവേ, മാസീവ് ക്വസ്റ്റ്യൻ, ആർസണൽ ഇസ് ദ ടൈറ്റിൽ റേസ് ഓവർ. അപ്പൊ ഞാൻ മാർക്ക് ഗോൾബ്രിഡ്ജിന്റെ ഞാനൊരു വീഡിയോ കണ്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ 1-2 പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ആർസണലിനെ കുറിച്ച്. ഇപ്പോ ആർസണലും ലിവർപൂളും തമ്മിൽ 9 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. ഈ 9 പോയിന്റ്സ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ കൂടെ 11 മത്സരമേ ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്നു 28 മത്സരം എന്നുള്ളത് സത്യം തന്നെയാണ്. സോ എന്ത് സംഭവിക്കാം ഈ പറയുന്ന 28 മത്സരങ്ങളിൽ. പിന്നെ ലിവർപൂളിന് ഒരു അടിപൊളി റണ്ണാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും, ഒരു ചെറിയൊരു ബ്ലോക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സിറ്റി ഉദ്ദേശിക്കുന്ന പോലെ കിടുവായിട്ടല്ല പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ആർ നോട്ട് റണ്ണിങ് അവേ. റോഡ്രിയുടെ ആബ്സെൻസ്, കെവിൻ ഡി ബ്രൂയിന്റെ ആബ്സെൻസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫൈനലി സിറ്റിനെ എഫക്ട് ചെയ്യുന്നു. പെപ് ഗോർഡിയോള തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 4 മത്സരങ്ങൾ അടുപ്പിച്ച തോൽവി ഏറ്റവും ഒരു ചരിത്രവും പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ അദ്ദേഹം നേരിടേണ്ടി വന്നു, എല്ലാ കോമ്പറ്റീഷനും കൂടെ ചേർത്ത് നോക്കാൻ നേരത്ത്. അപ്പോൾ എന്ത് സംഭവിക്കാം? സോ ആർസണൽ ആർ സ്റ്റിൽ ഇൻ ദ ടൈറ്റിൽ റേസ് എന്ന് വേണമെങ്കിൽ പറയാമെന്നുണ്ടെങ്കിലും നമ്മളൊരു ചെറിയ കാവിയാറ്റ് നമ്മൾ ആഡ് ചെയ്യണം, ഒരു ചെറിയ കണ്ടീഷൻ നമ്മൾ ആഡ് ചെയ്യണം. കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർപൂൾ ഇനി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നും കൂടെ നോക്കേണ്ടി വരും. അവിടെയാണ് ഇഷ്യൂ. ലിവർപൂളിന്റെ പെർഫോമൻസും മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെർഫോമൻസും അനുസരിച്ചിട്ട് വേണം ആർസണലിന് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ വരണം. ആ ടൈറ്റിൽ ചാലഞ്ച് 9 പോയിന്റ് നേരിടാം. ഉദാഹരണത്തിന് മാർക്ക് ഗോൾബ്രിഡ്ജ് പറഞ്ഞൊരു പോയിന്റ് വാലിഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർപൂൾ 3 മത്സരങ്ങൾ തോക്കണം, 1 മത്സരം ഡ്രോ പിടിക്കണം, 4 മത്സരങ്ങൾ അതേ സമയത്ത് ആർസണൽ ജയിക്കുകയും വേണം. അത് ഇപ്പോഴത്തെ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ എളുപ്പമാണ് എന്ന് തോന്നുന്നില്ല എന്നുള്ളൊരു പോയിന്റിനോട് എനിക്കൊരു ചെറിയ യോജിപ്പുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടോപ്പ് 10 എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രക്ഷയില്ല പോയിന്റ് ഡിഫറൻസ്. 4 പേരാണ് 19 പോയിന്റിൽ നിൽക്കുന്നത്, 3 പേര് 18 പോയിന്റിലും. ഗോൾ ഡിഫറൻസിന്റെ പേരിൽ മാത്രമാണ് ചെൽസിയും ആർസണലും 3-ാമതും 4-ാമതും സ്ഥാനത്ത് നിൽക്കുന്നത്. ഇത്രയും ടൈറ്റ് കോമ്പറ്റീറ്റീവ് ആയിരിക്കുന്ന ഈ ഒരു സീസൺ ലിവർപൂൾ 3 മത്സരങ്ങൾ തോക്കുന്ന സമയത്തിനോടൊപ്പം തന്നെ ആർസണൽ ആ 3 മത്സരങ്ങൾ ജയിക്കണം. അതായത് ബാക്കി എല്ലാ മത്സരങ്ങളും ജയിക്കുകയും വേണം, പ്ലസ് എക്സ്പെക്ട് ലിവർപൂൾ ടു ലൂസ് 3 മാച്ചസ്. ആൻഡ് അവിടെയാണ് ഒരു ടഫ് ആയിട്ടുള്ള ഒരു കാര്യം. പോസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ ലിവർപൂൾ ടഫ് ആയിട്ടുള്ള മത്സരങ്ങൾ ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ ഈ ഒരു ഗ്യാപ്പിൽ കളിച്ചു, വിജയിച്ചു, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഒരു പീരീഡ് എല്ലാ ഫുട്ബോളേഴ്സിനും വരും. പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബെയർ ലെവർകൂസൻ ഒരു റൺ നടത്തിയതുപോലെ ഒരു റൺ ആവാം. അങ്ങനെയാണെങ്കിൽ ലിവർപൂൾ ടൈറ്റിൽ ചാലഞ്ചിലേക്ക് പോവാം, ആ ഒരു അറ്റാക്കിലേക്കും വരാം. വി ഡോണ്ട് നോ ദാറ്റ് യെറ്റ്. പക്ഷെ ലോട്ട് ആർസണലിനെ സംബന്ധിച്ച് ഡിപ്പെൻഡന്റ് ഓൺ ഈ പറയുന്ന പോലെ ലിവർപൂളിന്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളൊരു ടീം മോശമായിട്ട് ഇനി പെർഫോം ചെയ്താൽ മാത്രമേ, അതിനോടൊപ്പം തന്നെ തന്റെ ടീമും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്താൽ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ളതാണ് ഒരു ഇഷ്യൂ. ഇതൊരു പ്രോബ്ലം ഉണ്ട്. രണ്ടാമത്തെ പ്രോബ്ലം എന്നെ സംബന്ധിച്ച് ആർട്ടേറ്റ ഒരു പക്ഷേ കുറെ ഓവർലി പ്രാക്ടിക്കലായി പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് ഇല്ലായില്ല. ഒരു ഹങ്കർ ടു വിൻ സർട്ടൻ ഗെയിംസ്, അതായത് ഒരു ഗോൾ ലീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മച്ചാനെ ലെറ്റ് സെറ്റ് ബാക്ക്, ഒരു ജോസെ മൊറീനിയോ വൈബാണ്. പിന്നെ വിൽ സെറ്റ് ബാക്ക്. ആ സിറ്റിക്കെതിരെ ഈ ഒരു സീസണിൽ ആ മത്സരം കണ്ടു, അവസാനം ആ ഗോൾ വഴങ്ങിയത്. ചെൽസിക്കെതിരെ അങ്ങനെ പറയാനില്ലെങ്കിൽ തന്നെയും ഒരു ഗോൾ നേടിക്കഴിഞ്ഞാൽ, ഒരു ലീഡ് നേടിക്കഴിഞ്ഞാൽ ആ ലീഡ് കൺസോളിഡേറ്റ് ചെയ്യുക, 2-0 3-0 എത്തുന്നതിന് പകരം ആ ലീഡ് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുക എന്നുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫിലോസഫിയിലേക്ക് ആർട്ടേറ്റ മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതൊരു തെറ്റായ ഫിലോസഫി അല്ല, പക്ഷെ എത്രയും നാൾ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമിന് ആ ഒരു ഫിലോസഫിയിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചാലഞ്ച്. ആൻഡ് പ്രത്യേകിച്ച് ഒരു മൈൻഡ് സെറ്റ് കഴിഞ്ഞ സീസണിലും ഉണ്ടായിട്ടുണ്ട്. എമിറേറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഡ്രോയ്ക്ക് വേണ്ടി കളിച്ച ഒരു ഫീല്. അപ്പൊ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് അഗ്രഷൻ, ഒരു ഫെർഗി ടൈം എന്നൊക്കെ പറയുന്നത് പോലെ അവസാന നിമിഷത്തേക്ക് വേണ്ടി ഗോൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്. ആൻഡ് പ്രത്യേകിച്ച് ഈ ചെൽസി മാച്ച് റീസെന്റ് കൺക്ലൂഡ് ആയ ചെൽസി മാച്ചിൽ പോലും എനിക്ക് ആ ആർസണലിൽ നിന്ന് ആ ഒരു വൈബ് കിട്ടിയില്ല. ദാറ്റ് ആ ഹങ്കർ, ദാറ്റ് അവസാനത്തെ നിമിഷങ്ങൾ ജയിച്ചേ പറ്റൂ. കണ്ടു ഒരു 85-ാമത്തെയും 90-ാമത്തെയും മിനിറ്റിലൊക്കെ ആ ഒരു ബോൾ റീഗെയിനിങ്, ബോൾ കൺട്രോളും ബോൾ പൊസിഷനും കണ്ടെങ്കിലും ആ ഒരു അഗ്രഷൻ, അതായത് എല്ലാ പ്ലേയേഴ്സിൽ നിന്നും അഗ്രഷൻ. എനിക്ക് തോന്നുന്നു ആർട്ടേറ്റ കുറച്ച് കൺസർവേറ്റീവ് ആണ്. മക്കളെ, അഗ്രസീവ് ആവരുത്. കാരണം നമ്മൾ എങ്ങാനും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ എതിർ ടീം നമുക്കെതിരെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. 1 പോയിന്റ് ഉള്ളതാണോ 1 പോയിന്റ് ഇല്ലാണ്ടിരിക്കുന്നതാണോ എന്നുള്ളതായിരിക്കണം ഒരു പക്ഷേ ആർട്ടേറ്റയുടെ മാനസികാവസ്ഥ. അപ്പൊ അതും ഒരു ചാലഞ്ച് ആയിട്ട് എനിക്ക് തോന്നാം. പിന്നെ
ബ്രൈറ്റൺ, ബോൺമത്ത്, ഈവൻ ഇപ്സ്വിച്ച് പോലും ടോട്ടനമിനെതിരെ ജയിച്ചു. ന്യൂ കാസിൽ ഇപ്പോൾ ഒരു തിരിച്ചു വരവ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൂബൻ വാൻ നിസ്റ്റൽറോയിന്റെ കൂടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇനി റൂബൻ അമോറിൻ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ചേഞ്ച് ഉണ്ടാവും. സോ ആ ഗെയിംസ് ഒന്നും ഒട്ടും തന്നെ എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എളുപ്പ മത്സരങ്ങൾ ഈ ഒരു സീസണിൽ വളരെ കുറവാണ്. അത് ടൈറ്റിൽ ചാലഞ്ചിനെ ബാധിക്കും. ടോട്ടലി ഔട്ട് ഓഫ് റേസ് എന്ന് പറയാനായിട്ടില്ലെങ്കിൽ തന്നെയും ഓരോരോ മത്സരങ്ങൾ ആ ഗ്യാപ്പ് കൂടുന്തോറും ഇറ്റ് വിൽ ബിക്കം ഡിഫിക്കൽട്ട്. ഇനിയും ആ ഗ്യാപ്പ് കൂടുതൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ്സ് ഗോൺ ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. കാരണം ചരിത്രത്തിൽ പോലും അത്രയും വലിയൊരു ഗ്യാപ്പ് കവർ ചെയ്ത് വേറൊരു ടീം ടൈറ്റിൽ നേടാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ്. സോ ഒരു ബിഗ് ഇഫ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഓവർ, ബട്ട് ദർ ഇസ് എ മാസീവ് ക്വസ്റ്റ്യൻ മാർക്ക്. ഈസ് ഇറ്റ് പോസിബിൾ എന്നുള്ളത്. ഡു ലെറ്റ് മീ നോ ഗൈസ്. നിങ്ങളുടെ തോട്ട്സ് എപ്പോഴത്തെ പോലെ കമന്റ് സെക്ഷനിൽ. Thank you so much for watching. Signing off SK from Football That's Life.